നമസ്കാരം, എല്ലാവർക്കും അഡ്ഹോക് ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എന്റെ പേര് ആന്റണി രാജ്. ഈ ക്ലാസ്സിൽ 2024 മാർച്ച് മാസത്തെ കറണ്ട് അഫയേഴ്സിന്റെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യ പോയിന്റിലേക്ക് കടക്കാം. അന്താരാഷ്ട്ര ടെസ്റ്റ് മത്സരങ്ങളിൽ അതിവേഗത്തിൽ 1000 റൺസ് പൂർത്തിയാക്കിയ ഇന്ത്യൻ താരം ആര്? അപ്പൊ അന്താരാഷ്ട്ര ടെസ്റ്റ് മത്സരങ്ങളിൽ അതിവേഗത്തിൽ 1000 റൺസ് പൂർത്തിയാക്കിയ ഇന്ത്യൻ താരത്തിന്റെ പേര് യശ്വസി ജയ്സ്വാൾ എന്നാണ്. പേര് യശ്വസി ജയ്സ്വാൾ എന്നാണ് പേര്. ജയ്സ്വാൾ, യശ്വസി ജയ്സ്വാൾ, പേര് ഓർത്തുവെക്കുക, യശ്വസി ജയ്സ്വാൾ. അടുത്തത്, പാകിസ്ഥാന്റെ 14ാമത്തെ പ്രസിഡന്റിന്റെ പേര് എന്താണ്? പാകിസ്ഥാന്റെ 14ാമത്തെ പ്രസിഡന്റിന്റെ പേര് ആസിഫ് അലി സർദാരി എന്നാണ് പേര്. ആസിഫ് അലി സർദാരി. ഈ പേര് ഓർത്തിരിക്കാൻ എളുപ്പമാണ്, കാരണം മലയാള സിനിമയിലെ ഒരു നായകന്റെ പേരാണ് ആസിഫ് അലി എന്ന് പറയുന്നത്. അപ്പൊ പാകിസ്ഥാന്റെ 14ാമത്തെ പ്രസിഡന്റ് ആസിഫ് അലി എന്ന് ചിന്തിച്ചാൽ മതിയാവും. ആസിഫ് അലി സർദാരി, ആസിഫ് അലി സർദാരി. പാകിസ്ഥാന്റെ 14ാമത്തെ പ്രസിഡന്റിന്റെ പേരാണ് ആസിഫ് അലി സർദാരി. അടുത്തത്, മുൻ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു 2024 മിസ് വേൾഡ് മത്സരത്തിന് വേദിയാവുന്നത് ഇന്ത്യയാണ്. 2024 മിസ് വേൾഡ് മത്സരത്തിന് വേദിയാവുന്നത് ഇന്ത്യയാണ്. അപ്പൊ ഇന്ത്യയിൽ നടന്ന മിസ് വേൾഡ് മത്സരത്തിൽ ഈ ചോദ്യം, 2024 മിസ് വേൾഡ് മത്സരത്തിന്റെ വേദി ഇന്ത്യ എന്നുള്ളത് ഓൾറെഡി കഴിഞ്ഞ ദിവസം നടന്ന കൂലി വർക്കർ പരീക്ഷയുടെ ചോദ്യങ്ങളിലൊന്നും ആയിരുന്നു. ഓക്കെ, അപ്പൊ 2024 മിസ് വേൾഡ് മത്സരത്തിൽ ജേതാവായത് ചെക്ക് റിപ്പബ്ലിക്കിലെ താരമായ ക്രിസ്റ്റിയാന പിസ്കോവ എന്നാണ് പേര്. പേര് ക്രിസ്റ്റിയാന പിസ്കോവ. അപ്പൊ സ്പെല്ലിംഗ് അതുപോലെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതിയിട്ടുണ്ട്. KRYSTYNA. ഇതിനെ നമുക്ക് ക്രിസ്റ്റിയാന എന്ന് വായിക്കാം. ക്രിസ്റ്റിയാന. പിസ്കോവ, PYSZKOVA, പിസ്കോവ. ക്രിസ്റ്റിയാന പിസ്കോവ എന്നാണ് പേര്. മിസ് വേൾഡ് 2024 വേദി ഇന്ത്യ, ജേതാവ് ക്രിസ്റ്റിയാന പിസ്കോവ, രാജ്യം ചെക്ക് റിപ്പബ്ലിക്. ഇത്രയും സെറ്റ്. അടുത്ത പോയിന്റിലേക്ക് വരാം. ബംഗ്ലാദേശിൽ ചിത്രീകരിക്കുന്ന ആദ്യത്തെ മലയാള ചിത്രം ഏത്? ബംഗ്ലാദേശിൽ ചിത്രീകരിക്കുന്ന ആദ്യത്തെ മലയാള ചിത്രമാണ് ആക്ഷൻ ഹീറോ ബിജു 2. ആക്ഷൻ ഹീറോ ബിജു 2. പറഞ്ഞു പോയി എന്നേ ഉള്ളൂ, കേട്ടിരിക്കുക, പോയിന്റ് നിങ്ങളുടെ മനസ്സിൽ കാണും. അടുത്ത പോയിന്റ്, ദേശീയ പട്ടികജാതി കമ്മീഷന്റെ അധ്യക്ഷന്റെ പേര്. പുതിയ ആളാണ്, പേര് ചോദിക്കാം. കിഷോർ മക്വാന എന്നാണ് പേര്. ഇപ്പൊ പേര് കിഷോർ മക്വാന. കിഷോർ മക്വാന എന്നാണ് പേര്. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ അധ്യക്ഷന്റെ പേരാണ് കിഷോർ മക്വാന. പേര് പഠിക്കണം, കിഷോർ മക്വാന എന്നാണ് പേര്. ദേശീയ പട്ടികജാതി കമ്മീഷൻ അധ്യക്ഷന്റെ പേര് കിഷോർ മക്വാന. അടുത്തത്, പോർച്ചുഗീസ് ഫിലിം ഫെസ്റ്റിവൽ. പോർച്ചുഗീസ് ഫിലിം ഫെസ്റ്റിവൽ 2024. അവിടെ മികച്ച നടനായി തെരഞ്ഞെടുത്തത് ഒരു മലയാളി നടനെയാണ്. നിങ്ങൾക്കൊക്കെ പരിചയം ഉണ്ടായിരിക്കും. പേര് ടൊവിനോ തോമസ് എന്നാണ് പേര്. ടൊവിനോ തോമസ്, കേട്ടോ. അപ്പൊ പോർച്ചുഗീസ് ഫിലിം ഫെസ്റ്റിവൽ 2024 മികച്ച നടനാര് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. പോർച്ചുഗീസ് ഫിലിം ഫെസ്റ്റിവൽ 2024 മികച്ച നടനാണ് ടൊവിനോ തോമസ്. പഠിച്ചിരിക്കുക, ടൊവിനോ തോമസ്. അടുത്തത്, അരുണാചൽ പ്രദേശിലെ 27ാമത്തെ ജില്ല. അരുണാചൽ പ്രദേശിൽ പുതിയൊരു ജില്ല നിലവിൽ വന്നു. അരുണാചൽ പ്രദേശിൽ നിലവിൽ വന്നത് 27ാമത്തെ ജില്ലയാണ്. ആ ജില്ലയുടെ പേരാണ് ബിച്ചോം. ജില്ലയുടെ പേര് ബിച്ചോം എന്നാണ് പേര്. അരുണാചൽ പ്രദേശിലെ 27ാമത്തെ ജില്ലയുടെ പേര് ബിച്ചോം എന്നാണ്. ബിച്ചോം എന്നാണ് പേര്. പഠിക്കുക, ബിച്ചോം. അടുത്ത പോയിന്റ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു കേന്ദ്രീകൃത പോർട്ടൽ ആരംഭിച്ചു. അതിന്റെ പേരാണ് ഉദ്ഗം പോർട്ടൽ. എന്താണ്? ഉദ്ഗം പോർട്ടൽ. ഉദ്ഗം പോർട്ടൽ. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് അല്ലെ, ഇന്ത്യയുടെ വാണിജ്യ ബാങ്ക്, ബാങ്കുകളുടെ ബാങ്ക്.
ഇന്ത്യയുടെ വിദേശ നാണയ സൂക്ഷിപ്പുകാരൻ എന്നൊക്കെ അറിയപ്പെടുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു കേന്ദ്രീകൃത പോർട്ടൽ ആരംഭിച്ചു. അതിന്റെ പേര് ഉദ്ഗം പോർട്ടൽ. ഉദ്ഗം പോർട്ടൽ. എന്തിനാണ് ഇങ്ങനെ ഒരു പോർട്ടൽ ആരംഭിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 വർഷത്തിന് മുകളിൽ അവകാശികളില്ലാതെ ബാങ്കിൽ കിടക്കുന്ന പണത്തിന്റെ അവകാശികളെ കണ്ടെത്തുന്നതിനായിട്ടാണ് റിസർവ് ബാങ്ക് ഇങ്ങനൊരു പോർട്ടൽ ആരംഭിച്ചത്. 10 വർഷത്തിന് മുകളിലായി ബാങ്കിൽ കിടക്കുന്ന പണത്തിന് അവകാശികളില്ലാതെ കിടക്കുന്ന പണത്തിന്റെ യഥാർത്ഥ അവകാശികളെ കണ്ടെത്തുക, അങ്ങനെ ഒരു ഉദ്ദേശവുമായിട്ട് റിസർവ് ബാങ്ക് ആരംഭിച്ച പോർട്ടലിന്റെ പേരാണ് ഉദ്ഗം. ഉദ്ഗം. അപ്പൊ ചോദ്യവുമായിട്ട് ബന്ധമില്ലാത്തൊരു പോർട്ടലാണ്, പേര് ഓർത്തിരിക്കുക, ഉദ്ഗം. അടുത്തത് ജ്ഞാനപ്പാന പുരസ്കാരം 2024. ജ്ഞാനപ്പാന പുരസ്കാരം 2024 ലഭിച്ചത് രാധാകൃഷ്ണൻ കാക്കശ്ശേരി. രാധാകൃഷ്ണൻ കാക്കശ്ശേരി. ജ്ഞാനപ്പാന പുരസ്കാരം 2024 ലഭിച്ചത് രാധാകൃഷ്ണൻ കാക്കശ്ശേരി. പേര് പഠിച്ചിരിക്കുക, രാധാകൃഷ്ണൻ കാക്കശ്ശേരി. രാധാകൃഷ്ണൻ കാക്കശ്ശേരി. ജ്ഞാനപ്പാന പുരസ്കാരം 2024 ലഭിക്കുന്നത് രാധാകൃഷ്ണൻ കാക്കശ്ശേരി. അടുത്തത് വിജിലൻസ് കമ്മീഷണറായി നിയമിതനായ മലയാളിയുടെ പേര്. ശ്രദ്ധിക്കണം, മുഖ്യ വിജിലൻസ് കമ്മീഷണറുടെ പേര്, ഇന്ത്യയുടെ മുഖ്യ വിജിലൻസ് കമ്മീഷണറുടെ പേര് പ്രവീൺ കുമാർ ശ്രീവാസ്തവ എന്ന് തന്നെയാണ്. ഇന്ത്യയുടെ മുഖ്യ വിജിലൻസ് കമ്മീഷണറുടെ പേര് പ്രവീൺ കുമാർ ശ്രീവാസ്തവ എന്ന് തന്നെയാണ്. വിജിലൻസ് കമ്മീഷണർ, ആ കമ്മീഷണർമാരിൽ ഒരാളായി നിയമിതനായ മലയാളിയുടെ പേര് പരീക്ഷയ്ക്ക് ചോദിക്കാം, AS രാജീവ്. AS രാജീവ്. ചോദ്യം വ്യക്തമാണ്. വിജിലൻസ് കമ്മീഷണറായി നിയമിതനായ മലയാളിയുടെ പേര് AS രാജീവ്. ഇന്ത്യയുടെ മുഖ്യ വിജിലൻസ് കമ്മീഷണറുടെ പേര് പ്രവീൺ കുമാർ ശ്രീവാസ്തവ എന്ന് തന്നെയാണ്. പോയിന്റ് വ്യക്തമാണ് അവിടെ. AS രാജീവ് എന്നുള്ള പോയിന്റ് പ്രത്യേകം ഓർത്തിരിക്കുക. അടുത്തത് അഗ്നി 5. അഗ്നി 5 എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ്, അല്ലെ? ICBM എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി 5. അഗ്നി 5 2024 ഈ മാസം, അതായത് മാർച്ച് മാസത്തിൽ നടന്ന അഗ്നി 5 എന്ന മിസൈൽ പരീക്ഷിക്കുമ്പോൾ അതിന് നേതൃത്വം നൽകിയ, അഗ്നി 5 മിസൈൽ പരീക്ഷണത്തിന് നേതൃത്വം നൽകിയ മലയാളി വനിതയുടെ പേരാണ് ഷീന റാണി എന്നാണ് പേര്. ഷീന റാണി. അഗ്നി 5 മിസൈൽ പരീക്ഷണത്തിന് നേതൃത്വം നൽകിയ മലയാളി വനിതയുടെ പേരെന്ത്? ഷീന റാണി എന്നാണ് പേര്. ഷീന റാണി. അടുത്തത് ഹരിയാന എന്ന സംസ്ഥാനത്തിന് പുതിയൊരു മുഖ്യമന്ത്രി വന്നു. ഹരിയാനയുടെ പുതിയ മുഖ്യമന്ത്രിയുടെ പേര് നൈബ് സിംഗ് സൈനി എന്നാണ്. നൈബ് സൈനി എന്ന് ഓർത്തിരിക്കുക. നൈബ് സൈനി. ഹരിയാന മുഖ്യമന്ത്രിയുടെ പേര് നൈബ് സൈനി. നൈബ് സൈനി. നജീബ് അല്ല, നൈബ് സൈനി. നൈബ് സൈനി. നജീബ് ആയിരുന്നെങ്കിൽ ഇപ്പൊ ആടുജീവിതമൊക്കെ കണ്ടുവച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പൊ കൂടുതൽ പരിചയമാണ്. ഇത് നൈബ് സൈനി. നൈബ് സൈനി. അടുത്തത് ഏഷ്യ പസഫിക് റീജിയണിലെ ഏറ്റവും മികച്ച വിമാനത്താവളമായി തെരഞ്ഞെടുത്തത് ഏത് വിമാനത്താവളത്തെ? ഏഷ്യ പസഫിക് റീജിയണിലെ ഏറ്റവും മികച്ച വിമാനത്താവളമായി തെരഞ്ഞെടുത്തത് ഇന്ദിരാഗാന്ധി വിമാനത്താവളം, ഡൽഹി. കേട്ടോ, ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം എവിടെ? ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം ഡൽഹിയിലാണ്. ഡൽഹി. ഏഷ്യ പസഫിക് റീജിയണിലെ മികച്ച വിമാനത്താവളമായി തെരഞ്ഞെടുത്തത് ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് ഡൽഹിയാണ്. പോയിന്റ് ഓർത്തിരിക്കുക, ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് ഡൽഹി. അടുത്തത് UNDP, യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം. UNDP പുറത്തിറക്കിയ ലിംഗ സമത്വ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമത്? യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം പുറത്തുവിട്ട ലിംഗ സമത്വ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 108ാമതാണ്. UNDP, യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം പുറത്തുവിട്ട ലിംഗ സമത്വ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 108ാമതാണ്. 108ാമതാണ്. പോയിന്റ് ഓർത്തിരിക്കുക, 108ാമതാണ്. അടുത്ത പോയിന്റ് CBSE. CBSE. CBSE എന്ന് പറഞ്ഞാൽ എന്താണ്? CBSE, സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. CBSE ആണ് സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ.
CBSEയുടെ പുതിയ ചെയർമാന്റെ പേര് എന്താണ്? സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷന്റെ പുതിയ ചെയർമാന്റെ പേരാണ് രാഹുൽ സിംഗ്. CBSEയുടെ പുതിയ ചെയർമാന്റെ പേരാണ് രാഹുൽ സിംഗ്. സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ, അതാണ് CBSEയുടെ പൂർണ്ണരൂപം. ചെയർമാന്റെ പേര് രാഹുൽ സിംഗ്. അടുത്തത് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരു ദിനമാണ് ദേശീയ വാക്സിനേഷൻ ദിനം എന്ന്. വാക്സിനുകളൊക്കെ ഈ അടുത്തിടയ്ക്ക് പത്രങ്ങളിലൊക്കെ വരുന്ന ഒരു വാർത്തയായതുകൊണ്ട് ദേശീയ വാക്സിനേഷൻ ദിനം ചോദിച്ചാൽ മാർച്ച് 16 ഒന്ന് ഓർത്തു വെച്ചോണം. ദേശീയ വാക്സിനേഷൻ ദിനം മാർച്ച് 16 ആണ് ദേശീയ വാക്സിനേഷൻ ദിനം. IMF ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, IMF പുറത്തുവിട്ട അതിദരിദ്ര സൂചികയിൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യമുള്ള രാജ്യം, അതിൽ ഒന്നാം സ്ഥാനത്തെ രാജ്യമാണ് ദക്ഷിണ സുഡാൻ അഥവാ സൗത്ത് സുഡാൻ. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് പുറത്തുവിട്ട അതിദരിദ്ര സൂചികയിൽ ഒന്നാമതെത്തിയ രാജ്യമാണ് ദക്ഷിണ സുഡാൻ, സൗത്ത് സുഡാൻ. ഓർത്തിരിക്കുക. അടുത്തത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയുടെ പേരെന്ത്? ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയുടെ പേരാണ് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി. ഇത് ആത്മകഥയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയുടെ പേരാണ് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി. ഈ ഭാഗത്ത് പറഞ്ഞത് ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ 1000 റൺസ് ഏറ്റവും വേഗത്തിൽ പൂർത്തിയാക്കിയ ഇന്ത്യൻ താരമാണ് യശസ്വി ജയ്സ്വാള്. പാകിസ്ഥാന്റെ 14ാം പ്രസിഡന്റിന്റെ പേര് ആസിഫ് അലി സർദാരി. മിസ് വേൾഡ് 2024 വേദി ഇന്ത്യ ജേതാവ് ക്രിസ്ത്യാന പിസ്കോവ. ചെക്ക് റിപ്പബ്ലിക് ആണ് രാജ്യം. ബംഗ്ലാദേശിൽ ചിത്രീകരിക്കുന്ന ആദ്യ മലയാള ചിത്രം ആക്ഷൻ ഹീറോ ബിജു 2. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാന്റെ പേര് കിഷോർ മക്വാന. പോർച്ചുഗീസ് ഫിലിം ഫെസ്റ്റിവൽ മികച്ച നടൻ ടൊവിനോ തോമസ്. അരുണാചൽ പ്രദേശിലെ 27ാമത്തെ ജില്ലയാണ് ബിച്ചോം. RBI ഒരു കേന്ദ്രീകൃത പോർട്ടൽ ആരംഭിച്ചു, അതിന്റെ പേര് ഉദ്ഗം എന്നാണ്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ 10 വർഷത്തിനു മുകളിലായി അവകാശികളില്ലാതെ കിടക്കുന്ന നിക്ഷേപങ്ങളുടെ ഉറവിടം അവകാശികളെ കണ്ടെത്തുന്നതിന്. ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് രാധാകൃഷ്ണൻ കാക്കശ്ശേരി. വിജിലൻസ് കമ്മീഷണറായി നിയമിതനായ മലയാളി AS രാജീവ്. മുഖ്യ വിജിലൻസ് കമ്മീഷണറുടെ പേര് പ്രവീൺ കുമാർ ശ്രീവാസ്തവ. അഗ്നി 5 മിസൈൽ വിക്ഷേപിക്കുന്നതിന് നേതൃത്വം നൽകിയ മലയാളി വനിതയാണ് ഷീന റാണി. ഹരിയാന മുഖ്യമന്ത്രിയുടെ പേര് നയീബ് സൈനി എന്നാണ്. ഏഷ്യ പസഫിക് റീജിയണിലെ ഏറ്റവും മികച്ച വിമാനത്താവളത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ഇന്ദിരാഗാന്ധി വിമാനത്താവളം ഡൽഹിയാണ്. യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ലിംഗത്വ സമത്വ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 108. സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ CBSE ചെയർമാന്റെ പേര് രാഹുൽ സിംഗ് എന്നാണ്. ദേശീയ വാക്സിനേഷൻ ദിനം മാർച്ച് 16. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ അതിദരിദ്ര സൂചികയിൽ 1ാം സ്ഥാനത്തെത്തിയത് ദക്ഷിണ സുഡാനാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയുടെ പേരാണ് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി. ഈ ഭാഗം ക്ലിയർ ആയി. അടുത്തൊരു ഭാഗത്തിലേക്ക് വരികയാണ്. വനിതാ പ്രീമിയർ ലീഗ് അല്ലെ, IPL എന്നതുപോലെ തന്നെ വനിതാ പ്രീമിയർ ലീഗ് 2024 ജേതാക്കളായത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ്. വനിതാ പ്രീമിയർ ലീഗ് 2024 ജേതാക്കൾ ആര്? റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. ഓർത്തിരിക്കുക, വനിതകൾ കപ്പടിച്ചു. അടുത്ത പോയിന്റ്, പ്രസാർ ഭാരതിയുടെ പുതിയ ചെയർമാന്റെ പേരാണ് നവനീത് കുമാർ. പ്രസാർ ഭാരതിയുടെ പുതിയ ചെയർമാന്റെ പേരാണ് നവനീത് കുമാർ എന്നാണ് പേര്. പ്രസാർ ഭാരതി ചെയർമാന്റെ പേരാണ് നവനീത് കുമാർ എന്നാണ് പേര്. പേര് ഓർത്തിരിക്കുക, നവനീത് കുമാർ. പ്രസാർ ഭാരതി ചെയർമാനാണ്. അടുത്തത് പോക്സോ. പോക്സോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻസ് ഫ്രം സെക്ഷൽ ഒഫൻസസ്. അല്ലെ? പോക്സോ നിയമത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനായിട്ട് സംസ്ഥാന നിയമ വകുപ്പ് ഒരു ഹ്രസ്വചിത്രം പുറത്തിറക്കി. അതിന്റെ പേരാണ് മാറ്റൊലി.
പോക്സോ നിയമത്തെക്കുറിച്ച് പറയുന്ന സംസ്ഥാന നിയമവകുപ്പ് പുറത്തിറക്കിയ ഹ്രസ്വ ചിത്രത്തിന്റെ പേര് മാറ്റൊലി എന്നാണ്. ഓർത്തിരിക്കാൻ നല്ലൊരു പോയിന്റ് ആണ് മാറ്റൊലി. കേന്ദ്ര സർക്കാരിന്റെ സ്മാർട്ട് സിറ്റി 2.0 ഈ പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള ഒരേ ഒരു നഗരം തിരുവനന്തപുരമാണ്. കേന്ദ്ര സർക്കാരിന്റെ സ്മാർട്ട് സിറ്റി 2.0 പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള ഒരേ ഒരു നഗരം തിരുവനന്തപുരം. എന്താ അടുത്ത പോയിന്റ്? അന്താരാഷ്ട്ര പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവൽ 2024 വേദി. അന്താരാഷ്ട്ര പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവൽ 2024 വേദി വാഗമണ്ണാണ്. അന്താരാഷ്ട്ര പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവൽ 2024 വേദി എവിടെയാണ്? വാഗമണ്ണാണ്. അടുത്തത് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം 2024 ലഭിച്ചത് സക്കറിയ. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം 2024 ലഭിക്കുന്നത് സക്കറിയ. ഓർത്തിരിക്കുക, നല്ലൊരു പോയിന്റ് ആണ്. മാതൃഭൂമി സാഹിത്യ പുരസ്കാരമൊക്കെ PSC പരീക്ഷകളിൽ ചോദിക്കാറുള്ളതാണ്. സക്കറിയ 2023 പ്രഖ്യാപിച്ച 2023 സരസ്വതി സമ്മാൻ എന്ന് പറയുമ്പോൾ ഇത് 33ാമത്തെ സരസ്വതി സമ്മാൻ ആണെന്ന് ഒന്ന് ഓർത്തു വെക്കുന്നത് നല്ലതാണ്. 33ാമത്തെ സരസ്വതി സമ്മാൻ അല്ലെങ്കിൽ 2023 സരസ്വതി സമ്മാൻ. 33ാമത് സരസ്വതി സമ്മാൻ ലഭിച്ചത് അല്ലെങ്കിൽ 2023 സരസ്വതി സമ്മാൻ ലഭിച്ചത് പ്രഭാവർമ്മ. 33ാമത്തെ സരസ്വതി സമ്മാൻ ലഭിച്ചത് ആർക്കാണ്? പ്രഭാവർമ്മ. ഈ ഒരു ഭാഗത്ത് പറഞ്ഞത് വുമൺ പ്രീമിയർ ലീഗ് 2024 ജേതാക്കൾ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ്. പ്രസാർ ഭാരതിയുടെ ചെയർമാന്റെ പേര് നവനീത് കുമാർ എന്നാണ്. പോക്സോ നിയമത്തെ കുറിച്ച് പറയുന്ന സംസ്ഥാന നിയമ വകുപ്പിന്റെ ഹ്രസ്വ ചിത്രത്തിന്റെ പേരാണ് മാറ്റൊലി. സ്മാർട്ട് സിറ്റി 2.0 കേരളത്തിൽ നിന്നും നിരഞ്ഞെടുത്ത ഒരേ ഒരു നഗരം തിരുവനന്തപുരമാണ്. അന്താരാഷ്ട്ര പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവൽ 2024 വേദി വാഗമണ്ണാണ്. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് 2024 പ്രഖ്യാപിച്ചത് ലഭിച്ചത് സക്കറിയയാണ്. സരസ്വതി സമ്മാൻ 33ാമത്തെ സരസ്വതി സമ്മാൻ 2023 സരസ്വതി സമ്മാൻ ലഭിച്ചത് പ്രഭാവർമ്മയാണ്. അപ്പൊ 2024 മാർച്ച് മാസത്തെ കറണ്ട് അഫയേഴ്സിന്റെ 2ാമത്തെ ഭാഗമാണ് നമ്മൾ ഇവിടെ പഠിച്ചു തീർത്തത്. പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി.